നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇത്തരം വീഡിയോകൾ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. താന് പഴയ അഭിമുഖങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങളിൽ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ജയറാം സമ്മതിക്കുന്നു. 2020 സിനിമയുടെ ക്ലൈമാക്സ് ചിത്രീകരണ സമയത്ത് താൻ എവിടെയായിരുന്നു എന്നതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിമുഖങ്ങളിൽ നൽകിയ മറുപടികൾ വലിയ തോതിൽ ട്രോളുകൾക്ക് കാരണമായിരുന്നു. ഇതേക്കുറിച്ച് സംസാരിക്കവേ വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമായതുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ തനിക്ക് ഓർമ്മയില്ലെന്നും ആ മറവി പ്രായാധിക്യം കൊണ്ടാകാം എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. താന് എപ്പോഴും അമിത വിനയത്തോടെ സംസാരിക്കുന്നുവെന്ന് ആളുകൾ പരിഹസിക്കാറുണ്ട്. എന്നാൽ തനിക്ക് മറ്റുള്ളവരെ പോലെ ആർട്ടിഫിഷ്യലായി ഒരു മുഖം മൂടി അണിഞ്ഞു നടക്കാനോ പെട്ടെന്ന് ഗൗരവക്കാരനായി സംസാരിക്കാനോ കഴിയില്ലെന്നും ഇത് തന്റെ സ്വാഭാവിക ശൈലിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ട്രോളുകളുടെ പേരിൽ അഭിനയം നിർത്തി മറ്റൊരു ജോലിക്ക് പോകാൻ തനിക്ക് കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊരു തൊഴിലാണ്. കഴിഞ്ഞ 38 വർഷമായി ഞാൻ ചെയ്യുന്ന കാര്യമാണിത്. ട്രോളുകളെയും വിമർശനങ്ങളെയും കൂടെ കൂട്ടുക, അത് എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുക, അത്രമാത്രം. ജയറാം സിനിമയിലെ പ്രകടനങ്ങളെക്കാൾ ഉപരിയായി തന്റെ സംസാര ശൈലിയും വിനയവും ആളുകള് ട്രോളുകളാക്കി മാറ്റുന്നത് താൻ ശ്രദ്ധിക്കാറുണ്ടെന്നും ഇത്തരം സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ചുരുക്കത്തില് തനിക്ക് പറ്റിയ അബദ്ധങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ താന് ഇനിയും അഭിനയരംഗത്ത് തുടരുമെന്നും തന്റെ ശൈലി മാറ്റാൻ കഴിയില്ലെന്നും ജയറാം വ്യക്തമാക്കുകയായിരുന്നു.